ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ടൊരു ഹോം ഡെക്കോർ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു എക്സെൽ എടുത്തിട്ടുണ്ട്. എക്സെൽ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ചെറിയ ഹോളാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ എഗ്ഗ് നമ്മൾ എടുക്കില്ലേ, താഴെ ഇങ്ങനെ തട്ടിയിട്ട് എടുക്കില്ലേ, അപ്പോൾ അതേപോലെ എടുക്കണം. അതായത് ഹോള് ഒരുപാട് വലുതാക്കാതെ നമ്മൾ എക്സെൽ എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിലത്തെ എല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ എക്സെൽ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് ടിഷ്യൂ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ എക്സെൽ നന്നായിട്ട് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ടിഷ്യൂ റാപ്പ് ചെയ്യണേ. ഇതേപോലെ ടിഷ്യൂ റാപ്പ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ അതൊന്ന് സ്ട്രോങ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതേപോലെ വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഒന്നും കൂടെ എക്സെൽ പൊട്ടാതെ സ്ട്രോങ് ആയിട്ട് കുറച്ച് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ ആദ്യമേ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ റാപ്പ് ചെയ്താൽ മതി. നമ്മൾ കഴിഞ്ഞ ദിവസം എഗ്ഗ് കാണിച്ചല്ലോ, അത് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതേപോലെ നമ്മളൊരു സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അക്രിലിക് പെയിൻറ്റ്സ് ആയാലും മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഒരു ഭാഗം ഇങ്ങനെ ടിഷ്യൂ ചുളിയാതെ ശ്രദ്ധിക്കുക കേട്ടോ, ഒരു സൈഡ്. അപ്പോൾ എന്നാലാണ് നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 4 എക്സെൽ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഗോൾഡൻ കളറാണ് കൊടുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ കൊടുത്ത് എടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പേപ്പർ ആയാലും കുഴപ്പമില്ല, പഴയ ന്യൂസ് പേപ്പറോ എന്തെങ്കിലുമൊക്കെ മതി. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ലീഫ്ലെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് വലിയ പീസ് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ സ്ട്രിപ്പ് പോലെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വേഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതേപോലെ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിനെ അങ്ങ് മടക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ട്രിപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ അങ്ങ് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്, ഒരു കോയിൽ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉൾഭാഗത്ത് കുറച്ച് ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നല്ല ടൈറ്റ് കോയിലല്ല, സെൻറ്റർ ഭാഗത്ത് ഒരു ഹോള് പോലെ വരുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ റോൾ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് നമ്മൾ ഇതേ ഒരു എന്താ പറയുക തിക്നെസ്സിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനിതിന് വൈറ്റ് കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കോയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ലേസാണ് എടുത്തിരിക്കുന്നത്. ഒക്കെ വെക്കുന്ന ലേസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തതിന് ശേഷം നമ്മളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ ബീഡ്സോ വൂളൻ ത്രെഡോ എന്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഹോളിലൂടെ ഈ ലേസിനെ നമ്മളിങ്ങ് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മളൊരു ഹോൾ ഇടണം എന്ന് പറഞ്ഞത് കേട്ടോ. ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഈ ഒരു ലേസ് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് നമുക്ക് കോയിൽ പോലെ ഉണ്ടാക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും, ഈ ഒരു ലേസ് ഇടാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ ലേസും ആവണ്ടല്ലോ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലേസ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ കേട്ടോ. അപ്പോൾ അതങ്ങ് ഫിക്സ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ലേസ് നമ്മൾ ഇതേപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ആ ലേസ് മുകളിലോട്ട് നിൽക്കുന്നില്ലേ, ആ ഭാഗം ഞാൻ നമ്മൾ ഉണ്ടാക്കിയ സ്ട്രിപ്പ് ഉണ്ടല്ലോ അത് ഫോൾഡ് ചെയ്ത് വരുന്ന ഭാഗമാണ് ഞാൻ മുകളിലോട്ട് വെച്ചത്. ഓപ്പൺ സൈഡ് വരുന്നത് താഴോട്ട് വെച്ചു. അപ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക കേട്ടോ. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്നൊരു കെട്ടി കൊടുക്കുകയാണ്, ഒരു നോട്ട് പോലെ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ഒരു നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് തന്നെ നല്ല കട്ടിക്ക് തന്നെ അവിടെ ഒരു നോട്ട് പോലെ വീഴും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ത്രെഡൊക്കെ ആണെങ്കിൽ ഒരു ബീഡോ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഫിനിഷിങ് ലുക്കായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള 4 കോയിൽസും ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം കണ്ടോ. ഇതേപോലെ നമ്മൾ 4 കോയിൽസും ലേസൊക്കെ ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കോയിലിൻ്റെ ഈ ഒരു താഴെ ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ എക്സെൽ എടുത്തിട്ട് അതിൻ്റെ എക്സെല്ലിൻ്റെ ഹോളുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് കൊടുത്തിട്ട് ആ ഹോളൊന്ന് ക്ലോസ് ചെയ്യുന്ന പോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഹാർഡ് ഗ്ലൂസ് ഫെവി ബോണ്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഗ്ലൂസ് ആണെങ്കിൽ കുറച്ച് അധികം സമയം നമുക്ക് ഒട്ടാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാർഡ് ഗ്ലൂസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ നോർമൽ ഫെവിക്കോളോ അല്ലെങ്കിൽ സ്കൂൾ ഗ്ലൂ ഒക്കെ ആണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പിടിച്ച് കുറച്ച് സമയം നിൽക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ 4 എക്സെല്ലുമേലും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. ആ ഹോള് ക്ലോസ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇപ്പോൾ എല്ലാം അത് ഒട്ടിച്ച് 4 എണ്ണം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇനിയൊരു
ബോർഡ് എടുത്തിട്ടുണ്ട്, ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ കാർഡ് ബോർഡിൻ്റെ പീസിനെ വൈറ്റ് പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഫെവിക്കോൾ വെച്ച് ചെയ്തപ്പോൾ അതാകെ അങ്ങ് നനഞ്ഞു പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഫെവിക്കോൾ അല്ലാതെ ഇതുപോലത്തെ ഗ്ലൂ ഉണ്ടെങ്കിൽ ഇത് വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഒരു നല്ല വൈറ്റ് ഫിനിഷിങ് ഉണ്ടാവും. അപ്പം നനഞ്ഞ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അതില്ലാതിരിക്കും കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഇഷ്ടത്തിന് സൈസിനനുസരിച്ച് എടുക്കാം. ഇനി അതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കോഡ്സ് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഹോം സ്വീറ്റ് ഹോം എന്നാണ് കേട്ടോ നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് എഴുതാൻ അറിയാവുന്നവരൊക്കെ അതുപോലെ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹോം സ്വീറ്റ് എന്നുള്ളത് ഈ ഒരു ബോർഡിൽ എഴുതി കൊടുത്തു. അതിനുശേഷം നമ്മുടെ എക്സെല്ലുമിലാണ് അടുത്ത ഹോം നമ്മൾ എഴുതി കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഹോം സ്വീറ്റ് ഹോം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇതാകുമ്പോൾ എഴുതി കൊടുത്തു, ലാസ്റ്റ് വരുന്ന ഹോം ഈ എക്സെല്ലുമേ എഴുതി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതേപോലെ അങ്ങ് എഴുതി കൊടുത്തു. ഞാനിപ്പോൾ മാർക്കർ വെച്ചിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ഇത് പെയിൻ്റൊക്കെ വെച്ചിട്ട് എഴുതി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിനൊരു ബോർഡർ പോലെ ഈ ഒരു ഗോൾഡൻ ലേസ് തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഗോൾഡൻ ലേസ് ഇങ്ങനെ 3 സൈഡുകളിലും വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മളിതാ ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പഞ്ച് ഹോൾ വെച്ചിട്ട് ഇങ്ങനെ ഹോൾ ചെയ്യുകയാണ്, 4 ഹോള് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഹോളാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ലേസ് എഗ്ഗ് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹോം എന്നുള്ള ആൽഫബറ്റ്സ് കറക്റ്റായിട്ട് ഓരോന്നും കറക്റ്റ് ആ ഒരു ഇതിൽ വെച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമുക്ക് എങ്ങനെയാണോ അത് വേണ്ടത്, ഒരേ ലെവലിൽ വേണോ അതോ പല ലെവലിൽ വേണോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 4 ലെങ്ത്തിൽ നിൽക്കുന്ന പോലെയാണ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഈ ബാക്ക് സൈഡിൽ ഗ്ലൂ വെച്ചങ്ങ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലേസ് തന്നെ ഒട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ ഭാഗത്ത് എക്സസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ലേസിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം ഈ ഒരു താഴെ വരുന്ന ഭാഗമുണ്ട്, അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് സൈഡിലത്തെ ലേസ് മുകളിൽ വരുന്ന വിധത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ താഴോട്ട് ഹാങ്ങിങ് കൊടുത്ത ആ ലേസ് ഉണ്ടല്ലോ, അതുമ്പോൾ കുറച്ച് അധികം ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അതൊന്ന് നല്ല ഫ്ലാറ്റാക്കി വെച്ചിട്ടും വേണ്ടി വരും കേട്ടോ, എന്നാലാണ് ഒരു ഫിനിഷിങ് വരുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ചതിന് ശേഷം നമ്മൾ ഒരു ലേസ് പീസും കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലേസിൻ്റെ ടോപ്പും ബോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം വെക്കാനായിട്ട് കേട്ടോ. പക്ഷെ എനിക്കിതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഒരു താഴെ വൈറ്റ് ബോർഡ് മാത്രമായിട്ട് ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ലേസ് ഇല്ലാതെയാണെന്നാണ് ലാസ്റ്റ് ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ. ബോർഡ് വൈറ്റായിട്ട് തന്നെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ബോർഡർ പോലെ കൊടുത്താൽ മതി എന്ന് തോന്നി. ഇതിപ്പോൾ ഫുൾ ഗോൾഡ് ഫിനിഷിങ് ആയ പോലെ തോന്നി. പക്ഷേ ഡോർമിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് കിട്ടണമെങ്കിൽ, കാണാൻ പറ്റണമെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഗോൾഡൻ ഫിനിഷിംഗ് ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഹോം സ്വീറ്റ്, അടിയിൽ ഹോം നമ്മളുടെ എക്സെല്ലുമലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് വാളിലൊന്ന് ഡെക്കോർ ചെയ്തിട്ട് നോക്കാം കേട്ടോ. സൈഡിലൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നല്ല മൊഞ്ചാക്കി എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ വാളുമേലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഹോം എഗ്ഗുമേലാണ്. ഇത് ഞാൻ ആടി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഈ ഓരോ എഗ്ഗ് ഷെല്ലുകളും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ ആടി പൊട്ടുമെന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫിക്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ലാസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു ഇത് ഹോം സ്വീറ്റ് എന്ന് മാത്രമായി, അടിയിലത്തെ ഹോം അങ്ങനെ വിസിബിൾ അല്ല കാണാനായിട്ട്, വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതപ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ആർട്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടോ. ഇതേപോലെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഹോം സ്വീറ്റ് ഹോം എന്ന് ഫുള്ളായിട്ട് എഴുതിയിട്ട് ഇതിലങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ താഴത്തെ ഹോം ഒന്നും മാറ്റിയൊന്നുമില്ല, അതങ്ങനെ തന്നെ ഇരുന്നു. അതിൽ പിന്നെ ലാസ്റ്റ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. ആ റെഡ് കളറ് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇതിപ്പോൾ നമ്മൾ ഹോം സ്വീറ്റ് ഹോം എന്ന് ഫുള്ളായിട്ട് എഴുതി വെച്ചപ്പോൾ ആകെ നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് വന്നത്. പക്ഷേ അതത്ര അങ്ങോട്ട് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ. എനിക്ക് ആദ്യം എഴുതിയ ആ ഒരു വൈറ്റ് കളറിൽ നമ്മൾ എഴുതിയെടുത്തില്ലേ, കൂടുതൽ വൈറ്റ് കാണുന്ന പോലെ, അതാണ് എനിക്ക് ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ആദ്യം ചെയ്തതാണോ അതോ ഇപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചതാണോ ഇഷ്ടമായതെന്ന്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നമുക്ക് വോളിലോ ഡോറുമിലോ ഒക്കെ ഹാങ് ചെയ്തിടാം. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ഹോമിന് ഒരു പ്രത്യേക ഒരു ലുക്ക് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റിൽ പറയാം കേട്ടോ. ഇതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.